Welcome to a video tutorial about maternity, which is one of the lessons in the 9th standard English textbook. 9th ക്ലാസ് ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ മെറ്റേണിറ്റി അഥവാ മാതൃത്വം എന്ന അധ്യായത്തെ സംബന്ധിച്ച ഒരു വീഡിയോ ട്യൂട്ടോറിയലിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്കാദ്യം ഇതിൻ്റെ ഓഥറെ ഒന്ന് പരിചയപ്പെടാം. ലിലിക്ക നാക്കോസ് 1903 to 1989 was a Greek novelist, journalist and short story writer. 1903 ജനിച്ച് 1989 മരണമടഞ്ഞ ലിലിക്ക നാക്കോസ് എന്ന ഗ്രീക്ക് എഴുത്തുകാരിയാണ് നമ്മുടെ ഓഥർ. അവർ ഒരു നോവലിസ്റ്റ്, ചെറുകഥ രചയിതാവ്, പത്രപ്രവർത്തക എന്ന നിലയിൽ പ്രസിദ്ധയായിരുന്നു. She was one of the first women writers of modern Greek prose and for many years the only woman in Greek journalism. ആധുനിക ഗ്രീക്ക് വനിതാ എഴുത്തുകാരിൽ പ്രമുഖയായിരുന്നു അവർ. മാത്രമല്ല കുറേയേറെ വർഷക്കാലത്തേക്ക് ഗ്രീക്ക് ജേർണലിസം പത്രപ്രവർത്തന മേഖലയിൽ ഏക വനിതാ സാന്നിധ്യമായിരുന്നു അവർ. She is best remembered for her story collection titled Children's Inferno, Stories of the Great Famine in Greece. ഗ്രീസിലെ അതികഠിനമായ ദാരിദ്ര്യത്തിന്റെ കഥ പറയുന്ന ചിൽഡ്രൻസ് ഇൻഫെർണോ, കുഞ്ഞുങ്ങളുടെ നരകം എന്ന ടൈറ്റിലുള്ള ചെറുകഥാ സമാഹാരത്തിൻ്റെ പേരിലാണ് ലിലിക്ക നാക്കോസ് ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത്, ഓർമ്മിക്കപ്പെടുന്നത്. വൺ ഓഫ് ഹർ ബെസ്റ്റ് നോവൽസ് ഈസ് ലോസ്റ്റ് സോൾ. അവരുടെ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ഒരു നോവലാണ് ലോസ്റ്റ് സോൾ എന്നുള്ള നോവൽ. മെറ്റേണിറ്റി എന്നുള്ള ഈ പാഠഭാഗം ഒരു അനക്ഡോട്ടാണ്, സംഭവകഥ. നമുക്ക് ആ കഥയിലേക്ക് പോകാം. ഈ കഥയ്ക്ക് ഒരു ചരിത്ര പശ്ചാത്തലമുണ്ട്. 1915 ആർമീനിയൻ ജനോസൈഡ്, ആർമീനിയൻ വംശജരുടെ കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട ഒരു ചരിത്ര പശ്ചാത്തലം. തുർക്കിയിലെ ഓട്ടോമൻ എംപയറിന് കീഴിൽ ആർമീനിയൻ വംശജർ നേരിടേണ്ടി വന്ന പീഡനങ്ങൾ, ലക്ഷക്കണക്കിന് ആളുകളുടെ കൂട്ടക്കുരുതി. ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട ആർമീനിയൻ ജനവിഭാഗം പിന്നീട് അഭയാർത്ഥികളായിട്ട് ആ നാട് വിട്ടു പോവുകയാണ്. അവരെത്തിപ്പെട്ടിരിക്കുന്നത് മാർസെയിൽസ് എന്നുള്ള ഒരു ഫ്രഞ്ച് പട്ടണത്തിലാണ്. മാർസെയിൽസ് എന്നുള്ളത് ഫ്രാൻസിൻ്റെ തലസ്ഥാനമായ പാരീസിൽ നിന്ന് 536 മൈലുകൾ റെയിൽ മാർഗം അകലെ നിൽക്കുന്ന ഒരു പട്ടണ പ്രദേശമാണ്. ആർമീനിയൻ അഭയാർത്ഥികൾ, റെഫ്യൂജീസ്, ഇപ്പോൾ ഇവിടെ ഒരു അഭയാർത്ഥി ക്യാമ്പ് തുടങ്ങിയിരിക്കുന്നു. ഈ ക്യാമ്പിൽ നടക്കുന്ന ഒരു ചെറു സംഭവമാണ് നമ്മുടെ ഈ പാഠഭാഗത്ത് വിശദീകരിക്കുന്നത്. ഇറ്റ് വാസ് മോർ ദാൻ എ മന്ത് സിൻസ് ദേ വർ അറ്റ് മാർസെയിൽസ്. ഫ്രാൻസിന്റെ ഭാഗമായ മാർസെയിൽ പ്രദേശത്ത് ഇവരെത്തിയിട്ട് ഇപ്പോൾ ഇതിനകം ഒരു മാസക്കാലം കഴിഞ്ഞിട്ടുണ്ട്. The camp of Armenian refugees on the outskirts of the town already looked like a small village. ഇവിടെ തമ്പടിച്ചിരിക്കുന്ന ആർമീനിയൻ റെഫ്യൂജീസ്, ആർമീനിയക്കാരായ ഈ അഭയാർത്ഥികൾ, അവർ ഇവിടെ ക്യാമ്പ് തീർത്ത് താമസം തുടങ്ങിയിരിക്കുകയാണ്. അവരുടെ ഈ ക്യാമ്പ് ഇപ്പോൾ ഈ പട്ടണ പ്രദേശത്ത് ഒരു പുതിയ ഗ്രാമം തീർത്ത പോലെയായി മാറിയിരിക്കുന്നു. ഔട്ട്സ്കേർട്സ് എന്ന് പറഞ്ഞാൽ ഒരു പട്ടണത്തിന് ചേർന്ന പ്രദേശം, ഗ്രാമവും പട്ടണം കൂടെ ചേർന്ന് നിൽക്കുന്ന ഒരു പട്ടണത്തോട് അരികെ നിൽക്കുന്ന സബർബ്, പട്ടണ പ്രദേശം എന്ന് പറയാം. അവിടെയാണ് ഇവർ താമസമാക്കിയിരിക്കുന്നത്, മാർസെയിൽ എന്നുള്ള പ്രദേശത്ത്. ഇപ്പോൾ ഇവിടെ ഒരു പുതിയ ഗ്രാമം, ലുക്ഡ് ലൈക്ക് എ സ്മോൾ വില്ലേജ്, ഒരു ചെറിയ ഗ്രാമം പോലെ കാണപ്പെടുന്ന രീതിയിലായി മാറിയിരിക്കുന്നു. ദേ ഹാഡ് സെറ്റിൽഡ് ഡൗൺ ഇൻ എനി വേ ദേ കുഡ്. ഇവരെല്ലാം ഇവിടെ താമസമാക്കിയിരിക്കുന്നത് അവരാൽ സാധ്യമാകുന്ന രീതിയിലാണ്. എല്ലാവരും ഒരേപോലെയല്ല. സെറ്റിൽ ഡൗൺ, താമസമാക്കിയിരിക്കുന്നു എന്നർത്ഥം. ഇൻ എ വേ ദേ കുഡ്, അവർക്ക് സാധ്യമാകുന്ന രീതിയിലാണ് അവർ അവിടെ താമസമാക്കിയിരിക്കുന്നത്. ദ റിച്ചസ്റ്റ് അണ്ടർ ടെൻസ്, ഇവരുടെ കൂട്ടത്തിൽ സമ്പന്നർ എന്ന് വെച്ചാൽ അല്പം ഒരു സാമ്പത്തിക ശേഷിയൊക്കെ ഉള്ള ആളുകൾ അവർ ടെന്റ് കെട്ടി താമസമാക്കിയിരിക്കുന്നു. ദി അതേഴ്സ് ഇൻ ദ റൂയിൻ ഷെഡ്സ്, മറ്റുള്ള ആളുകളൊക്കെ നാശമായിരിക്കുന്ന ദ്രവിച്ച രൂപത്തിലുള്ള ഷെഡുകളിലാണ് താമസിക്കുന്നത്. റൂയിൻസ്, ഡാമേജ്ഡ്, ദ്രവിച്ച, നാശമായ എന്നൊക്കെ അർത്ഥം. ബട്ട് ദ മെജോറിറ്റി ഓഫ് ദ റെഫ്യൂജീസ്, എന്നാൽ അഭയാർത്ഥികളിൽ മഹാഭൂരിഭാഗം ആളുകളും ഹാവിംഗ് ഫൗണ്ട് നത്തിങ് ബെറ്റർ, അവർക്ക് ബെറ്റർ ആയിട്ടുള്ള നല്ല സൗകര്യങ്ങളൊന്നും കണ്ടെത്താൻ കഴിയാത്തതിനാൽ
were sheltered under carpets. അവർ കാർപ്പറ്റുകൾക്കടിയിലാണ് അഭയം കണ്ടെത്തിയിരിക്കുന്നത്. കാർപ്പറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സാധാരണ നിലത്ത് വിരിക്കുന്ന വിരികളാണ്. എന്നാൽ അതിനടിയിൽ എങ്ങനെയാണ് അവർ അഭയം പ്രാപിച്ചിരിക്കുന്നത്? held up at the four corners by sticks. ഈ കാർപ്പറ്റുകളുടെ 4 മൂലയ്ക്കും ഓരോ വടി പിടിപ്പിച്ച് അതിൽ കുത്തി നിർത്തി ഒരു മേൽക്കൂര പോലെ തീർത്ത് അതിനടിയിലാണ് മഹാഭൂരിഭാഗം റെഫ്യൂജീസ് അഭയാർത്ഥികളും അഭയം കണ്ടെത്തിയിരിക്കുന്നത്. They thought themselves lucky if they could find a sheet to hang up at the sides and wall them from peering eyes. ഇങ്ങനെ വടിയിൽ കാർപ്പറ്റ് കുത്തി നിർത്തി മേൽക്കൂര തീർത്ത് അതിന് താഴെ അഭയം പ്രാപിച്ചിരുന്ന അഭയാർത്ഥികൾ അവർക്ക് അവരുടെ വശങ്ങളിൽ നിന്ന് സൈഡുകളിൽ നിന്ന് ഒരു മറയുണ്ടാക്കാൻ വല്ല ഷീറ്റും കിട്ടിയിരുന്നെങ്കിൽ അത് ഭാഗ്യമായിരുന്നു എന്നാണ് കരുതിയിരുന്നത്. എന്തിനാണ് ഇങ്ങനെ വശങ്ങളിൽ നിന്ന് ഷീറ്റ് കൊണ്ട് മറയ്ക്കുന്നത്? ആൻഡ് വാൾ ദം ഫ്രം പിയറിംഗ് ഐസ്. മറ്റുള്ള ആളുകളുടെ എത്തിനോട്ടത്തിൽ നിന്ന് ഒരു സംരക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. വാൾ എന്ന് പറഞ്ഞാൽ ഒരു വാൾ പോലെ, ഒരു മറ പോലെ തീർക്കുക. പിയറിംഗ് ഐസ് എന്ന് പറഞ്ഞാൽ എത്തി നോക്കുന്ന, തുറിച്ചു നോക്കുന്ന എന്നൊക്കെ അർത്ഥം. അപ്പോൾ മറ്റുള്ള ആളുകളുടെ നോട്ടത്തിൽ നിന്ന് തങ്ങളുടെ സ്വകാര്യത സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അതിനൊരു വാൾ, ഒരു മറ തീർക്കാൻ വല്ല ഷീറ്റും കിട്ടിയാൽ അത് വലിയൊരു കാര്യമായിരുന്നു, അതൊരു ഭാഗ്യമായിരുന്നു എന്ന് തന്നെയായിരുന്നു ഇത്തരം പാവപ്പെട്ട അഭയാർത്ഥികൾ കരുതിയിരുന്നത്. ദെൻ ദേ ഫെൽറ്റ് ഓൾമോസ്റ്റ് അറ്റ് ഹോം. അങ്ങനെ ഒരു മറ തീർക്കാൻ അവർക്ക് കഴിഞ്ഞാൽ അവർക്ക് ഒരു വീടിന്റെ സുരക്ഷിതത്വ ബോധം ലഭിക്കുമായിരുന്നു. ഫെൽറ്റ് അറ്റ് ഹോം എന്ന് പറഞ്ഞാൽ ഫീൽ അറ്റ് ഹോം, ഫീൽ കംഫർട്ടബിൾ, ഒരു ആശ്വാസം, ഒരു സുരക്ഷിതത്വ ബോധം തോന്നുക. ദ മെൻ ഫൗണ്ട് വർക്ക്. ഈ റെഫ്യൂജി ഗ്രൂപ്പിൽ നിന്ന്, അഭയാർത്ഥി കൂട്ടത്തിൽ നിന്ന് പുരുഷന്മാരെല്ലാവരും തന്നെ ജോലിക്ക് പോകുമായിരുന്നു. നോ മാറ്റർ വാട്ട്, ഏത് തരത്തിൽപ്പെട്ട ജോലിയാണെങ്കിലും ശരി, അവർ അത്തരം ജോലിയൊക്കെ ചെയ്യുമായിരുന്നു. സോ ദാറ്റ് ഇൻ എനി കേസ് ദേ വർ നോട്ട് റാക്ഡ് വിത്ത് ഹങ്കർ. അതുകൊണ്ട് അവർക്ക് വിശപ്പിന്റെ പ്രയാസം വല്ലാതെ അനുഭവിക്കേണ്ടി വന്നില്ല. റാക്ഡ് വിത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബി ഇൻ ട്രബിൾ, പ്രയാസത്തിലാവുക. ഹങ്കർ, വിശപ്പ്. അപ്പോൾ കഠിനമായ പ്രയാസങ്ങൾ അവർക്കുണ്ടെങ്കിലും അവർ വല്ല തൊഴിലും ചെയ്ത് ഭക്ഷണത്തിന് മാർഗം കണ്ടെത്തുന്നത് കൊണ്ട് വിശപ്പിന്റെ കാഠിന്യം, അതിന്റെ പ്രയാസം അവർക്ക് വല്ലാതെ അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. മാത്രമല്ല, ആൻഡ് ദെയർ ചിൽഡ്രൻ ഹാഡ് സംതിങ് ടു ഈറ്റ്. അവരുടെ മക്കൾക്ക് വല്ലതൊക്കെ ഭക്ഷിക്കാനും കിട്ടുമായിരുന്നു. ഓഫ് ഓൾ ഓഫ് ദം മിക്കാലി അലോൺ കുഡ് ഡു നത്തിങ്. ഈ ആളുകളുടെ കൂട്ടത്തിൽ, ഈ അഭയാർത്ഥികളുടെ കൂട്ടത്തിൽ നിന്ന് മിക്കാലി എന്നുള്ള ഒരു കുട്ടിക്ക് മാത്രം കുഡ് ഡു നത്തിങ്, അവന് മാത്രം ഒന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല. അവൻ ഒരു തൊഴിലിനും പോകുന്നുണ്ടായിരുന്നില്ല. ഹി ആറ്റ് ദ സ്റ്റെയിൽ ബ്രെഡ് വിച്ച് ഹിസ് നെയ്ബേഴ്സ് കെയർ ടു ഓഫർ. അവന്റെ അയൽവാസികൾ അവനിക്ക് നൽകിയിരുന്ന, ദാനമായിട്ട് വെറുതെ നൽകിയിരുന്ന പഴകിയ ബ്രെഡൊക്കെയായിരുന്നു അവൻ കഴിച്ചിരുന്നത്. ഹി ആറ്റ്, അവൻ ഭക്ഷിച്ച് പോന്നത് ദ സ്റ്റെയിൽ ബ്രെഡ്, വളരെ ഓൾഡ് ആൻഡ് ഡിക്കേഡ്. സ്റ്റെയിൽ, ഓൾഡ് ആൻഡ് ഡിക്കേഡ്, പഴകിയതും പുളിച്ചതുമായിട്ടുള്ള ബ്രെഡൊക്കെ ആയിരുന്നു അവൻ കഴിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ആൻഡ് ഇറ്റ് വെയ്ഡ് ഓൺ ഹിം, അത് അവനിക്ക് വല്ലാത്ത മാനസിക പ്രയാസമുണ്ടാക്കി. വെയ്ഡ് ഓൺ ഹിം എന്ന് പറഞ്ഞാൽ ഹി ഫെൽറ്റ് നെർവസ് ആൻഡ് വറീഡ്. അവൻ വല്ലാതെ അസ്വസ്ഥനായി, അവന് മാനസികമായിട്ട് വല്ലാത്ത പ്രയാസമുണ്ടാക്കി. എന്തായിരുന്നു അതിന് മാനസിക പ്രയാസത്തിനുള്ള കാരണം? ഫോർ ഹി വാസ് എ ബിഗ് ലാഡ് ഓഫ് 14, ഹെൽത്തി ആൻഡ് റോബസ്റ്റ്. അവൻ നല്ല ആരോഗ്യമുള്ള, അത്യാവശ്യം മുതിർന്ന 14 വയസ്സുള്ള ഒരു കുട്ടിയാണ്. അധ്വാനിക്കാൻ കഴിയും. പക്ഷേ ഒരു തൊഴിലിനും പോകാതെ മറ്റുള്ളവർ ദാനമായിട്ട് നൽകുന്ന പഴകിയ ഭക്ഷണം കഴിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ അവന് വല്ലാത്ത മാനസിക പ്രയാസമുണ്ടായി. തൊഴിലിന് പോകാൻ സാധിക്കുന്നില്ല എന്നുള്ളതായിരുന്നു അവന്റെ മാനസിക പ്രയാസം. ബട്ട് ഹൗ കുഡ് ഹി തിങ്ക് ഓഫ് ലുക്കിംഗ് ഫോർ വർക്ക് വെൻ ഹി ലിറ്ററലി ബോർ ഓൺ ഹിസ് ബാക്ക് ദ ബർഡൻ ഓഫ് എ ന്യൂ ബോൺ ബേബ്. തന്റെ മുതുകിൽ അക്ഷരാർത്ഥത്തിൽ ഒരു നവജാത ശിശുവിന്റെ ഭാരവും പേറി നടക്കുന്ന അവനിക്ക് ഒരു തൊഴിൽ കണ്ടെത്തുന്നതിനെ കുറിച്ച് എങ്ങനെ ചിന്തിക്കാൻ കഴിയും? ലിറ്ററലി എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി, കൃത്യമായിട്ടും, അക്ഷരാർത്ഥത്തിൽ എന്നൊക്കെ അർത്ഥം. ബോർ എന്ന് പറഞ്ഞാൽ ബിയർ എന്നതിന്റെ പാസ്റ്റ് ടെൻസ്, ക്യാരിഡ്, ചുമന്നു, വഹിച്ചു. അപ്പോൾ മിക്കാലി എന്നുള്ള ഈ 14 വയസ്സുകാരൻ തന്റെ മുതുകിൽ ഒരു ഭാരം പേറി കൊണ്ട് നടക്കുകയാണ്. ഏതാണ് ആ ഭാരം? ഒരു നവജാത ശിശു, ന്യൂ ബോൺ ബേബ്, നവജാത ശിശു. എന്താണ് അതിന് കാരണം? സിൻസ് ഹിസ് ബർത്ത്,
ആ കുട്ടിയുടെ ജനനം തൊട്ട്, വിച്ച് ഹാഡ് കോസ്ഡ് ഹിസ് മദേഴ്സ് ഡെത്ത്, തൻ്റെ അമ്മയുടെ, ആ കുട്ടിയുടെയും മിഖാലിയുടെയും ഒക്കെ അമ്മയുടെ മരണത്തിന് കാരണമായ ഈ ചൈൽഡ് ബർത്ത്, ഈ ജനനം തൊട്ട്, ഈ കുഞ്ഞ് ജനിച്ചത് തൊട്ട്, ഹി ഹാഡ് വെയിൽഡ്, കരഞ്ഞുകൊണ്ടിരിക്കുകയാണത്. വെയിൽഡ്, ക്രൈഡ്, കരഞ്ഞുകൊണ്ടിരിക്കുന്നു. പ്രൊക്ലൈമിങ് ഹിസ് ഫാമിഷ്ഡ് സ്റ്റേറ്റ് ഫ്രം മോൺ ടിൽ നൈറ്റ്, തൻ്റെ കഠിനമായ വിശപ്പ് സൂചിപ്പിച്ചുകൊണ്ട് അത് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഫ്രം മോൺ ടിൽ നൈറ്റ്, രാവിലെ തൊട്ട് രാത്രി വരെ, എന്ന് വെച്ചാൽ സകല സമയത്തും അത് നിർത്താതെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു നവജാത ശിശുവിനെയാണ് തൻ്റെ ചുമലിൽ അവൻ ചുമന്നുകൊണ്ട് നടക്കുന്നത്. പ്രൊക്ലൈമിംഗ് എന്ന് പറഞ്ഞാൽ ഇൻഡിക്കേറ്റിംഗ്, ഫാമിഷ്ഡ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രീംലി ഹംഗ്രി, ശക്തമായ വിശപ്പുള്ള. ഹു വുഡ് ഹാവ് അക്സെപ്റ്റഡ് മിക്കാലിസ് സർവീസസ്, ഈ അവസ്ഥയിൽ മിക്കാലിയുടെ സർവീസ്, സേവനം ആർക്ക് വേണം? അവൻ തൊഴിലെടുക്കാൻ പോകുമ്പോൾ ഈ കുഞ്ഞിന്റെ കരച്ചിലും കൊണ്ട് ആർ അവനക്ക് തൊഴിൽ കൊടുക്കും? അല്ലെങ്കിൽ അവന്റെ സേവനം ആര് സ്വീകരിക്കും? When his own compatriots had chased him from their quarters, മാത്രമല്ല സ്വന്തം കമ്പാട്രിയേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരേ രാജ്യക്കാര്, സ്വന്തം പൗരന്മാർ തന്നെ ഇവനെ ടെന്റിൽ നിന്ന് ആട്ടിയോടിക്കാറുണ്ട്. ക്വാർട്ടേഴ്സിൽ നിന്ന്, താമസ സ്ഥലത്ത് നിന്ന് സ്വന്തം ആൾക്കാർ തന്നെ ഇവനെ ഓടിക്കാറുണ്ട്. അതിനുള്ള കാരണം എന്താ? കാരണം they were unable to bear, ആ ആളുകൾക്ക്, അവിടെ താമസിക്കുന്നവർക്ക് സഹിക്കാൻ കഴിയുമായിരുന്നില്ല. unable to bear, സഹിക്കാൻ കഴിയുമായിരുന്നില്ല. the uninterrupted howls, നിർത്താതെയുള്ള ഈ കരച്ചിൽ. uninterrupted means non stop, ഒരിക്കലും അവസാനിക്കാത്ത ഹൗൾസ്, ക്രൈ, which kept them awake at night, രാത്രി അവരെ ഉറക്കിൽ നിന്ന് ഉണർത്തുന്ന ഈ നിർത്താതെയുള്ള കുഞ്ഞിന്റെ കരച്ചിൽ സഹിക്കാൻ കഴിയാതെ സ്വന്തം കമ്പാട്രിയേറ്റ്സ്, സ്വന്തം രാജ്യക്കാർ, പൗരന്മാർ, അവർ പോലും ഇവനെ ചേസ് ചെയ്യുമായിരുന്നു, തള്ളിവിടുമായിരുന്നു, ഓടിപ്പിച്ച് അകറ്റി നിർത്തുമായിരുന്നു. ഇങ്ങനെയുള്ള അവസ്ഥയിൽ മിഖാലിക്ക് ആര് തൊഴിൽ കൊടുക്കാനാണ്? മിഖാലി ഹിംസെൽഫ് വാസ് ഡേസ്ഡ് വിത്ത് ദീസ് ക്രൈസ്. ഈ കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് മിഖാലിക്ക് പോലും വളരെയധികം പരിഭ്രാന്തി, വല്ലാത്ത ഒരു സ്തബ്ധനായ ഒരു അവസ്ഥ അവനും അനുഭവപ്പെട്ടിരുന്നു. ഡേസ്ഡ് എന്ന് പറഞ്ഞാൽ പരിഭ്രാന്തി തോന്നുക, അതല്ലെങ്കിൽ സ്തബ്ധനായി മാറി എന്നൊക്കെ അർത്ഥം. ഹിസ് ഹെഡ് വാസ് എംപ്റ്റി, അവൻ്റെ തലച്ചോറ് ശൂന്യമായി കഴിഞ്ഞിരുന്നു. അവൻ്റെ തലയിൽ ഒരു ചിന്തയും ഇപ്പോൾ നിൽക്കാൻ സാധ്യമല്ലാത്ത വിധം ബ്ലാങ്ക് ആയിട്ടുണ്ട്. ഈ കരച്ചിൽ കേട്ട് അവൻ വല്ലാത്ത ഒരു മാനസികാവസ്ഥയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ആൻഡ് ഹി വാണ്ടർഡ് അബൌട്ട് ലൈക്ക് എ ലോസ്റ്റ് സോൾ, ഒരു ഗതി കിട്ടാത്ത ആത്മാവിനെ പോലെ അവൻ അലഞ്ഞു നടന്നു. വാണ്ടഡ്, അലഞ്ഞു നടന്നു. വാക്ക്ഡ് എയിംലെസ്ലി. ലോസ്റ്റ് സോൾ, ഗതി കിട്ടാത്ത ആത്മാവ്. ഡൈയിങ് ഫ്രം ലാക്ക് ഓഫ് സ്ലീപ്പ് ആൻഡ് വിയറിനെസ്, ക്ഷീണം കൊണ്ടും ഉറക്കില്ലായ്മ കൊണ്ടും മരണപ്പെട്ട പോലുള്ള ഒരവസ്ഥ, മരിച്ചുകൊണ്ടിരിക്കുന്ന പോലുള്ള വളരെ ദയനീയമായ ഒരവസ്ഥയിലായിരുന്നു അവൻ്റെ മാനസിക ശാരീരികമായിട്ടുള്ള ഇപ്പോഴത്തെ കണ്ടീഷൻ. ഓൾവേസ് ഡ്രാഗിങ് അബൌട്ട് വിത്ത് ഹിം, എല്ലായ്പ്പോഴും അവൻ ചുമന്നുകൊണ്ട് നടക്കുകയായിരുന്നു. ഡ്രാഗിങ് എന്ന് പറഞ്ഞാൽ ഇവിടെ മീനിങ് ക്യാരിയിങ്, വഹിച്ചുകൊണ്ട് അവൻ നടക്കുകയാണ് എല്ലായ്പ്പോഴും. ദ ഡെഫനിങ് ബേർഡൻ, ഈ കാതടപ്പിക്കുന്ന ഭാരം, കരഞ്ഞുകൊണ്ട് നിർത്താതെ കരയുന്ന, കാതടപ്പിക്കുന്ന കരച്ചിലോട് കൂടിയുള്ള ഈ ഭാരം ചുമന്നുകൊണ്ടാണ് മിഖാലിയുടെ എല്ലായ്പ്പോഴുമുള്ള സഞ്ചാരം. ദാറ്റ് ഹാഡ് ബീൻ ബോൺ ഫോർ ഹിസ് മിസ്ഫോർച്യൂൺ, തൻ്റെ കഷ്ടപ്പാടുകൾക്ക് വേണ്ടി, മിസ്ഫോർച്യൂൺ, ദുരിതങ്ങൾക്ക് വേണ്ടി ജന്മം കൊടുത്ത ഈ ഭാരം. ആൻഡ് ഇറ്റ്സ് ഓൺ, ആ കുഞ്ഞിൻ്റെ തന്നെ മിസ്ഫോർച്യൂൺ, അതിൻ്റെ കഷ്ടപ്പാടുകൾക്ക് വേണ്ടിയും ജന്മമെടുത്ത ഈ ഭാരവും പേറിയിട്ടായിരുന്നു മിഖാലിയുടെ സഞ്ചാരം. ആൻഡ് ദാറ്റ് ഹാഡ് സോ ബാഡ്ലി ചൂസൺ ദ മൊമെന്റ് ടു അപ്പിയർ ഓൺ ദിസ് എർത്ത്, ഈ ഭൂമിയിലേക്ക് ജന്മമെടുത്തത് ഒരു നശിച്ച നിമിഷത്തിലായി പോയല്ലോ. ആ കുഞ്ഞിൻ്റെ ജന്മം വളരെ ദാരുണമായിട്ടുള്ള ഒരു നിമിഷത്തിലായിപ്പോയി. തൻ്റെയും കുഞ്ഞിൻ്റെയും മിസ്ഫോർച്യൂൺ, ദാരുണമായ അവസ്ഥയ്ക്ക് കാരണമായ ആ ജന്മം, നിർത്താതെ കരയുന്ന, കാതടപ്പിക്കുന്ന ആ ഭാരവും പേറി ഒരു ഭ്രാന്തനെ പോലെ, ഒരു ഗതി കിട്ടാത്ത ആത്മാവിനെ പോലെ മിഖാലി തൻ്റെ സഞ്ചാരം തുടരുകയായിരുന്നു. എവരിബഡി ലിസൺ ടു ഇറ്റ് വിത്ത് ഇറിറ്റേഷൻ, എല്ലാവരും ആ കരച്ചിലിനോട് വളരെയധികം അസ്വസ്ഥതയോട് കൂടിയാണ്, ദേഷ്യത്തോടു കൂടിയാണ് ശ്രദ്ധിച്ചത്. ദേ ഹാഡ് സോ മെനി ട്രബിൾസ് ഓഫ് ദെയർ ഓൺ, അല്ലെങ്കിലേ അവർക്ക് അവരുടേതായ ധാരാളം പ്രശ്നങ്ങളുണ്ട്. അതിനിടയിലാണ്
ഈ ശല്യപ്പെടുത്തുന്ന കരച്ചിൽ. ആൻഡ് ദേ ഓൾ പിറ്റിഫുള്ളി വിഷ് ഇറ്റ് വുഡ് ഡൈ. അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞൊന്ന് മരിച്ചു കിട്ടിയിരുന്നെങ്കിൽ എന്ന് എല്ലാവരും ദയനീയമായിട്ട് മനസ്സിൽ ആഗ്രഹിച്ചിരുന്നു. ബട്ട് ദാറ്റ് ഡിഡ് നോട്ട് ഹാപ്പൻ. ആളുകൾ ആഗ്രഹിച്ച പോലെ എന്നാൽ ആ കുഞ്ഞിന്റെ മരണം സംഭവിച്ചില്ല. ഫോർ ദ ന്യൂ ബോൺ ചൈൽഡ് sought desperately to live and cry louder his famished state. ആ കുഞ്ഞിന്റെ ശക്തമായ വിശപ്പ് സൂചിപ്പിച്ചുകൊണ്ട് അത് വളരെ ഉച്ചത്തിൽ കരഞ്ഞുകൊണ്ട് അതിൻ്റെ ദയനീയ ജീവിതം മുന്നോട്ട് നീക്കി. സോട്ട് എന്ന് പറഞ്ഞാൽ സീക്ക് എന്നതിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ്. ഇവിടെ ട്രൈഡ് എന്നർത്ഥം. ജീവിതം മുന്നോട്ട് നീക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ ആ കുഞ്ഞ് മരണത്തിന് കീഴടങ്ങിയില്ല. അതിൻ്റെ ജീവിതം വളരെ ദയനീയമായിട്ട് മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരുന്നു. ദ ഡിസ്ട്രാക്റ്റഡ് വിമൻ സ്റ്റഫ്ഡ് ദെയർ ഇയേഴ്സ്. ഈ കരച്ചിൽ കേട്ട് അസ്വസ്ഥരായിട്ടുള്ള സ്ത്രീകൾ പോലും അവരുടെ കാതുകൾ ഈ ശബ്ദം കേൾക്കാതിരിക്കാൻ വേണ്ടി വല്ലതുമൊക്കെ തുണിക്കഷ്ണങ്ങളോ പേപ്പറോ കൊണ്ട് കുത്തി നിറച്ച് കേൾക്കാതിരിക്കാൻ ശ്രമിച്ചു. ഡിസ്ട്രാക്റ്റഡ്, നെർവസ് ബിക്കോസ് ഓഫ് വറീഡ് അബൌട്ട് സംതിങ്. അസ്വസ്ഥത കൊണ്ട എന്നൊക്കെ അർത്ഥം. സ്റ്റഫ്ഡ്, ഫിൽഡ് വിത്ത്, നിറച്ചു. ആൻഡ് മിക്കാലി വാണ്ടേർഡ് അബൌട്ട് ലൈക്ക് എ ഡ്രങ്കൻ മാൻ. ഈ കരയുന്ന കുഞ്ഞിനെയും ചുമന്നുകൊണ്ട് മിക്കാലി ഒരു മദ്യപിച്ച മനുഷ്യനെ പോലെ അലക്ഷ്യമായിട്ട് അലഞ്ഞു നടന്നു. He hadn't a penny in his pocket to buy the infant milk. ഈ കുഞ്ഞിന് അല്പം പാല് വാങ്ങാൻ തൻ്റെ പോക്കറ്റിൽ ചില്ലിക്കാശ് പോലും ഉണ്ടായിരുന്നില്ല. പെന്നി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അർത്ഥം എ സ്മോളർ എമൗണ്ട്, ഏറ്റവും ചെറിയൊരു തുക പോലും ഉണ്ടായിരുന്നില്ല. പെന്നി യഥാർത്ഥ മീനിങ് 1/100th of a ബ്രിട്ടീഷ് പൗണ്ട്. ഒരു ബ്രിട്ടീഷ് പൗണ്ടിൻ്റെ 100ൽ 1 എന്നുള്ള സ്മോളർ യൂണിറ്റാണ്. ഇവിടെ ചില്ലിക്കാഷ് എന്ന് നമ്മൾ പറയുന്ന ചെറിയ തുക പോലും അവൻ്റെ പോക്കറ്റിൽ ഉണ്ടായിരുന്നില്ല. ആൻഡ് നോട്ട് വൺ വുമൻ ഇൻ ദ ക്യാമ്പ് വാസ് ഇൻ എ പൊസിഷൻ ടു ഗിവ് ഇറ്റ് ദ ബ്രസ്റ്റ്. ആ ക്യാമ്പിലുണ്ടായിരുന്ന സ്ത്രീകളിൽ ആരും തന്നെ ഈ കുഞ്ഞിന് മുലയൂട്ടാൻ പറ്റുന്നൊരു സാഹചര്യത്തിലുമായിരുന്നില്ല. ഇനഫ് ടു ഡ്രൈവ് വൺ മാഡ്. ഒരാളെ ഭ്രാന്തനാക്കാൻ മതിയായ ഒരവസ്ഥയിലായിരുന്നു മിക്കാലി. വൺ ഡേ, unable to bear it further, Michali went to the other side of the place where the Anatolians were. ഒരു ദിവസം ഈ കുഞ്ഞിൻ്റെ കരച്ചിൽ തീരെ സഹിക്കവയ്യാതെ മിക്കാലി അതിനെയും ചുമന്ന് അനറ്റോലിയൻസ് തമ്പടിച്ചിരിക്കുന്ന റെഫ്യൂജി ക്യാമ്പിലേക്ക് പോയി. ആരാണ് ഈ അനറ്റോലിയൻസ്? അനറ്റോലിയ എന്ന് പറയുന്നത് ആർമീനിയയുടെ തൊട്ടടുത്തുള്ള ഒരു പ്രദേശമാണ്, ഒരു രാജ്യമാണ്. ആർമീനിയൻസും അനറ്റോലിയൻസും ഓട്ടോമൻ ടർക്കിഷ് എംപയറിൻ്റെ ക്രൂരതകൾക്ക് വിധേയമായിട്ടാണ് അഭയാർത്ഥികളായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ആർമീനിയൻസ് തമ്പടിച്ചിരിക്കുന്നതിൻ്റെ തൊട്ട് അപ്പുറത്ത് തന്നെ അനറ്റോലിയൻസും റെഫ്യൂജി ക്യാമ്പ് ഒരുക്കിയിട്ടുണ്ട്. അവിടേക്ക് ഈ കുഞ്ഞിനെയും ചുമന്ന് പോയി. They also had fled from the Turkish massacre in Asia Minor. ഏഷ്യ മൈനറിൽ നിന്ന് തുർക്കിഷ് കൂട്ടക്കൊലക്ക് വിധേയമായിട്ട് ഓടിപ്പോന്നവരാണ് അവിടെ തമ്പടിച്ചിരിക്കുന്ന അനറ്റോലിയൻസും. ഏഷ്യ മൈനർ എന്ന് പറഞ്ഞാൽ മറ്റൊരർത്ഥത്തിൽ അനറ്റോലിയ എന്നുള്ള പ്രദേശത്തിൻ്റെ പേരാണ്. മിക്കാലി ഹാഡ് ബീൻ ടോൾഡ് ദാറ്റ് there was a nursing mother there who might take pity on his baby. ആരോ മിക്കാലിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അനറ്റോലിയൻസിൻ്റെ ഇടയിൽ ആ ക്യാമ്പിൽ ഒരു നേഴ്സിംഗ് മദർ, മുലയൂട്ടുന്ന ഒരു അമ്മയുണ്ട്. ഒരുപക്ഷെ അവർക്ക് ഈ കുഞ്ഞിനോട് ദയ തോന്നി ഈ കുഞ്ഞിന് മുലപ്പാൽ നൽകിയേക്കാം എന്നാരോ പറഞ്ഞിരുന്നു. സോ ദർ ഹി വെന്റ്. അതുകൊണ്ടാണ് അവൻ അങ്ങോട്ട് പോയത്. ഫുൾ ഓഫ് ഹോപ്പ്, നിറയെ പ്രതീക്ഷകളുമായിട്ടാണ് അനറ്റോലിയൻസിൻ്റെ ഇടയിലേക്ക് മിഖാലി പോയത്. ദെയർ ക്യാമ്പ് വാസ് ലൈക്ക് ഹിസ്. അവരുടെ ക്യാമ്പും ഇവൻ്റെ ക്യാമ്പ് പോലെ തന്നെയായിരുന്നു. ദ സെയിം മിസറി, ഒരേ ദാരിദ്ര്യവും ദുരിതങ്ങളും. All the women were crouched on pallets on the ground. അവിടെ ചെന്ന് നോക്കുമ്പോൾ വയസ്സായ ഒരുപാട് സ്ത്രീകൾ നിലത്ത് വിരിച്ച പാലറ്റ്സ്, സ്ട്രോ ബെഡ്, വൈക്കോൽ ബെഡ് കൊണ്ട് തഴപ്പായയിൽ ക്രൗച്ച്ഡ്, കാൽ മടക്കി ഇങ്ങനെ കുനിഞ്ഞുകൂടി ഇരിക്കുന്നുണ്ടായിരുന്നു. Barefooted children played about in pools of dirty water. പരിസരത്തുണ്ടായിരുന്ന ചളിക്കുണ്ടുകളിൽ നഗ്നപാതരായ ചെരുപ്പ് ധരിക്കാത്ത
കുഞ്ഞുങ്ങൾ ആ ചളിക്കുളങ്ങളിൽ കളിക്കുന്നുണ്ടായിരുന്നു. As he approached, several old women rose to ask what he wanted. അങ്ങനെ മിക്കാലി അവരെ സമീപിച്ചപ്പോൾ ഏതാനും പ്രായമായ സ്ത്രീകൾ എഴുന്നേറ്റ് വന്ന് എന്ത് വേണമെന്ന് അവനോട് അന്വേഷിച്ചു. അപ്രോച്ച്ഡ് മീൻസ് സമീപിച്ചു, അവരുടെ അടുത്തേക്ക് പോയി, വെന്റ് നിയർ എന്നർത്ഥം. ബട്ട് he walked on and stopped only at the opening of a tent. പക്ഷേ അവരോടൊന്നും സംസാരിച്ച് നിൽക്കാൻ അവൻ തയ്യാറായില്ല. He walked on, അവൻ നടത്തം തുടർന്നു. And stopped only at the opening of a tent. ഒരു ടെന്റിന്റെ തുറന്ന ഭാഗത്ത്, അതിന്റെ വാതിൽ ഭാഗത്ത് അവൻ പോയി നിന്നു. From the interior of the tent came the sound of a wailing infant. ആ ടെന്റിനകത്ത് നിന്ന് കരയുന്ന ഒരു കുഞ്ഞിന്റെ ശബ്ദം പുറത്തേക്ക് വന്നു. Wailing means crying. Infant, small baby. Have pity on this poor orphan and give him a little milk. I am a poor Armenian, he said in Greek. ആ ടെന്റിന് മുന്നിൽ നിന്നുകൊണ്ട് മിക്കാലി ഉറക്കെ വിളിച്ചു പറഞ്ഞു, ദയവായി ഈ അനാഥ കുഞ്ഞിന് അല്പം പാല് നൽകൂ, ഞാനൊരു പാവപ്പെട്ട അർമീനിയക്കാരനാണ് എന്ന് അവൻ ഗ്രീക്ക് ഭാഷയിൽ ഉറക്കെ വിളിച്ചു പറഞ്ഞു. At his appeal, a lovely dark woman appeared. അവൻ്റെ ഈ അപേക്ഷ കേട്ട് മനോഹരിയായ ഇരുണ്ട നിറത്തിലുള്ള ഒരു സ്ത്രീ അവിടെ പ്രത്യക്ഷപ്പെട്ടു. Appeal, request. She held in her arms an infant blissfully sucking the maternal breast. ആ സ്ത്രീ അവരുടെ കൈകളിൽ ഒരു കൊച്ചു കുഞ്ഞിനെ ഇങ്ങനെ മലർത്തി പിടിച്ചിട്ടുണ്ടായിരുന്നു. ആ കുഞ്ഞ് ബ്ലിസ്ഫുള്ളി സക്കിംഗ് ദ മെറ്റേണൽ ബ്രസ്റ്റ്, അതിൻ്റെ അമ്മയുടെ മുലപ്പാൽ വളരെ സന്തോഷത്തോടു കൂടി നുകർന്ന് കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇൻഫൻറ്റ്, സ്മോൾ ബേബി, ബ്ലിസ്ഫുള്ളി, ജോയ്ഫുള്ളി അല്ലെങ്കിൽ ഹാപ്പിലി എന്നൊക്കെ അർത്ഥം. സക്കിംഗ് ദ മെറ്റേണൽ ബ്രസ്റ്റ്, അമ്മയുടെ മുലപ്പാൽ വലിച്ചു കുടിച്ചുകൊണ്ടിരിക്കുക, സക്കിംഗ്. ഇറ്റ്സ് ഐസ് ഹാഫ് ക്ലോസ്ഡ്, ആ കുഞ്ഞിൻ്റെ കണ്ണുകൾ പാതി അടഞ്ഞിരുന്നു. ആ സ്ത്രീ മിക്കാലിയോട് പറഞ്ഞു, ലെറ്റ് സീ ദ കിഡ്, ആ കുഞ്ഞിനെ കാണിക്ക്. ഇസ് ഇറ്റ് എ ബോയ് ഓർ എ ഗേൾ, ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് അവർ ചോദിച്ചു. മിക്കാലിസ് ഹാർട്ട് ട്രംബിൾഡ് വിത്ത് ജോയ്, മിക്കാലിയുടെ ഹൃദയം ആനന്ദം കൊണ്ട് തുള്ളിച്ചാടി. ട്രംബിൾഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ തുള്ളിച്ചാടി എന്നർത്ഥം, വൈബ്രേറ്റഡ്. സെവറൽ നെയ്ബേഴ്സ് ഹാഡ് കം ക്ലോസർ ടു സീ, ഏതാനും അയൽക്കാരെല്ലാം തന്നെ അവിടെ ഈ കുഞ്ഞിനെ കാണുന്നതിന് വേണ്ടി ഒരുമിച്ച് കൂടി. ആൻഡ് ദേ ഹെൽപ്ഡ് ഹിം ടു ടേക്ക് ഫ്രം ഹിസ് ഷോൾഡർ ദ സാക്ക്, അവരെല്ലാം മിക്കാലിയുടെ ഷോൾഡറിൽ നിന്ന്, ചുമലിൽ നിന്ന് ആ കുഞ്ഞിനെ വഹിച്ചിരുന്ന സാക്ക്, ആ തുണി സഞ്ചി താഴെ ഇറക്കാൻ സഹായിച്ചു. വേർ ദ ബേബി ബ്രദർ വാസ് ഹെൽഡ്, അതിലായിരുന്നു അവൻ അവൻ്റെ സഹോദരനായ കൊച്ചുകുട്ടിയെ വഹിച്ചിരുന്നത്. വിത്ത് ക്യൂരിയോസിറ്റി ദേ ലീൻഡ് ഓവർ, വർദ്ധിച്ച ജിജ്ഞാസയോട് കൂടി അവരെല്ലാവരും ആ ഭാണ്ഡത്തിന് ചുറ്റും കൂടി. ക്യൂരിയോസിറ്റി എന്ന് പറഞ്ഞാൽ ഈഗർനെസ് ടു നോ, അറിയാനുള്ള, കാണാനുള്ള ആകാംക്ഷ, ജിജ്ഞാസ. ഹി ഡ്രൂ ബാക്ക് ദ കവർ, ആ ഭാണ്ഡത്തിൻ്റെ കവർ അവൻ വലിച്ചു മാറ്റി. ദ വിമൻ ഗേവ് വെൻ ടു വേരിയസ് ക്രൈസ് ഓഫ് ഹൊറർ, കുഞ്ഞിനെ കണ്ടപ്പോൾ ആ സ്ത്രീകളെല്ലാം തന്നെ ഭയത്തിൻ്റെ വ്യത്യസ്ത ശബ്ദങ്ങളാണ് പുറപ്പെടുവിച്ചത്. ഗേവ് വെൻ ടു മീൻസ് എക്സ്പ്രസ്ഡ്, പുറപ്പെടുവിച്ചു, പ്രകടിപ്പിച്ചു എന്നർത്ഥം. ഹൊറർ, ഭയം. ദ ചൈൽഡ് ഹാഡ് നോ ലോങ്കർ എനിത്തിങ് ഹ്യൂമൻ അബൌട്ട് ഇറ്റ്, ആ കുഞ്ഞിന് മനുഷ്യരൂപമുണ്ടായിരുന്നില്ല. മനുഷ്യൻ്റെ രൂപം ആ കുഞ്ഞിൻ്റെ ശരീരത്തിൽ വല്ലാതെ ഒന്നും അവശേഷിച്ചിരുന്നില്ല, ഒരു ഭയപ്പെടുത്തുന്ന രൂപമായിരുന്നു എന്നർത്ഥം. ദ ഹെഡ് ഹാഡ് ബിക്കം എനോമസ്, അതിൻ്റെ തല അസാധാരണമാംവിധം വലുപ്പത്തിൽ വളർന്നിരുന്നു. എനോമസ്, വെരി ലാർജ്, വെരി ബിഗ് എന്നൊക്കെ അർത്ഥം. ആൻഡ് ദ ബോഡി, അതിൻ്റെ ശരീരമാകട്ടെ, ഓഫ് ആൻ ഇൻക്രെഡിബിൾ തിന്നസ്, വളരെ അവിശ്വസനീയമാംവിധം മെലിഞ്ഞ അതിൻ്റെ ശരീരം. വാസ് ഓൾ ഷ്രിവൽഡ് അപ്പ്, അതെല്ലാം തന്നെ ചുക്കിച്ചുളിഞ്ഞ് തൊലിയെല്ലാം വരണ്ട ഉണങ്ങിയ ഒരവസ്ഥയിലായിരുന്നു. As until then it had sucked only its thumb, it was all swollen. ഈ കാലമത്രയും, ഈ സമയമത്രയും
മുല കുടിക്കുന്നതിന് പകരം അതിൻ്റെ കൈവിരലുകളാണ് അത് ഈമ്പി കുടിച്ചിരുന്നത്. ആ കാരണത്താൽ ആ വിരലുകളെല്ലാം തന്നെ സ്വാളൻ ചേർത്ത് വീർത്തിരുന്നു. ഇറ്റ് വാസ് ഡ്രെഡ്ഫുൾ ടു സീ. ഇതെല്ലാം ഒരു ഭയാനകമായ കാഴ്ചയായിരുന്നു. കാണാൻ ഭയപ്പാടുണ്ടാക്കുന്നതായിരുന്നു ഈ അവസ്ഥ. ഡ്രെഡ്ഫുൾ, ഫ്രൈറ്റനിങ്, ഭയപ്പെടുത്തുന്ന. മിഖാലി ഹിംസെൽഫ് ഡ്രൂ ബാക്ക് ഇൻ ഫ്രൈറ്റ്. മിഖാലി പോലും ഇത് കണ്ട് ഭയത്താൽ അല്പം പിറകോട്ട് മാറിപ്പോയി. ഫ്രൈറ്റ്, ഹൊറർ, ഫിയർ, ഭയം എന്നർത്ഥം. ഓൾ ഓഫ് ദം ടുഗദർ ചേസ്ഡ് ഹിം അവേ ത്രെറ്റനിങ്. അവരെല്ലാവരും കൂടി അവൻ അവിടുന്ന് ഭീഷണിപ്പെടുത്തി ഓടിച്ചു. ചേസ്ഡ് ഹിം അവേ, ഡ്രോവ് ഹിം അവേ, ഓടിച്ചു കളഞ്ഞു. ഹിസ് ഐസ് ഫിൽഡ് വിത്ത് ടിയേഴ്സ്. മിഖാലി അവൻ്റെ കണ്ണുകൾ കണ്ണുനീർ കൊണ്ട് നിറഞ്ഞിരുന്നു. ഹി വെന്റ് ഓഫ്. അവൻ അവിടം വിട്ടു പോയി. ബിയറിംഗ് ദ ലിറ്റിൽ ചൈൽഡ് സ്റ്റിൽ വെയിലിംഗ് ഇൻ ഇറ്റ്സ് ഹങ്കർ. ഇപ്പോഴും വിശന്ന് കരയുന്ന ആ കുഞ്ഞിനെയും തൻ്റെ ചുമലിൽ വഹിച്ചുകൊണ്ട് അവൻ നടന്നകന്നു. ദർ വാസ് നത്തിങ് ടു ബി ഡൺ. ഇനി കൂടുതലൊന്നും ചെയ്യാനില്ല എന്നവൻ മനസ്സിലോർത്തു. ദ ചൈൽഡ് വാസ് കണ്ടംൻഡ് ടു ഡൈ ഓഫ് ഹങ്കർ. വിശപ്പ് കൊണ്ട് മരിക്കാൻ വിധിക്കപ്പെട്ടിരിക്കുന്നു ഈ കുഞ്ഞെന്ന് അവൻ ഉറപ്പിച്ചു. കണ്ടംൻഡ്, ഡെസ്റ്റിൻഡ്, വിധിക്കപ്പെട്ടു. മിഖാലി ഫെൽറ്റ് ഹിംസെൽഫ് ഇമ്മൻസ്ലി അലോൺ ആൻഡ് ലോസ്റ്റ്. വളരെയധികം ഒറ്റപ്പെട്ട പോലെ, എല്ലാം നഷ്ടപ്പെട്ട പോലെ അവന് അനുഭവപ്പെട്ടു. ഇമ്മൻസ്ലി എന്ന് പറഞ്ഞാൽ വളരെ വർദ്ധിച്ച തോതിൽ. A chill ran up his spine at the thought that he was carrying such an unlucky child. വിശന്ന് മരിക്കാൻ വിധിക്കപ്പെട്ട ഒരു കുഞ്ഞിനെയാണ് താൻ തൻ്റെ ചുമലിൽ വഹിച്ചുകൊണ്ട് നടക്കുന്നത്. അത്തരം നിർഭാഗ്യവാനായ ഒരു കുഞ്ഞിനെയാണ് താൻ വഹിച്ചുകൊണ്ട് നടക്കുന്നത് എന്നുള്ള ചിന്ത മിഖാലിയുടെ മനസ്സിൽ ഒരു ഭയപ്പാടുണ്ടാക്കി. അവൻ്റെ നട്ടെല്ലിൽ ഒരു മരവിപ്പ്, ഒരു ചെറിയ ഭയപ്പാടിൻ്റെ ഒരു തണുത്ത വികാരം അവനിക്ക് അപ്പോൾ ഉണ്ടായി. ചിൽ എന്ന് പറഞ്ഞാൽ എ കോൾഡ് ഫീലിംഗ്, തണുത്ത ഒരു വികാരം, അതല്ലെങ്കിൽ എ സെൻസ് ഓഫ് ഫിയർ, ഭയപ്പാട് എന്നൊക്കെ അർത്ഥം. ഹി സ്ലം ഡൗൺ ഇൻ ദ ഷാഡോ ഓഫ് എ ഷെഡ്. ഒരു ഷെഡിൻ്റെ നിഴലിൽ, തണലിൽ അവനങ്ങ് പടിഞ്ഞിരുന്നു. സ്ലംഡ് എന്ന് പറഞ്ഞാൽ സാറ്റ് ഹെവിലി, ശക്തമായിട്ട് പടിഞ്ഞിരുന്നു, വീഴുന്ന പോലെ. ഇറ്റ് വാസ് സ്റ്റിൽ വെരി വാം. അന്തരീക്ഷം ഇപ്പോഴും നല്ല ചൂടുള്ള അവസ്ഥയിലായിരുന്നു. The country spread out before him in arid wasteland covered with refuse. ആ പ്രദേശം, ആ ഭൂപ്രകൃതി മുഴുവനും ഒരു വേസ്റ്റ് ലാൻഡ് പോലെ, എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട ഒരു ഭൂമി പോലെ അവൻ്റെ മുമ്പിൽ അങ്ങനെ പരന്നു കിടന്നു. ആരിഡ് എന്ന് പറഞ്ഞാൽ വെരി ഡ്രൈ, വളരെ ഡ്രൈ ആയിട്ടുള്ള, വരണ്ടുണങ്ങിയ ഒരു പ്രദേശം. കവേർഡ് വിത്ത് റെഫ്യൂസ്, ചപ്പുചവറുകൾ നിറഞ്ഞ ഒരു ഭൂപ്രകൃതിയായിട്ട് അവൻ്റെ മുമ്പിൽ ഭൂമി അങ്ങനെ പരന്നു കിടക്കുന്നു. നോൺ റാങ് ഔട്ട്സൈഡ് സംവേർ. എവിടെയോ ഉച്ചയായി എന്ന് സൂചിപ്പിക്കുന്ന മണിനാദം മുഴങ്ങി. റാങ് ഔട്ട് മീൻസ് സൗണ്ടഡ് എ ബെൽ. എവിടെയോ ഒരു മണിശബ്ദം മുഴങ്ങുന്നത് അവൻ കേട്ടു. ദ സൗണ്ട് റിമൈൻഡഡ് ഹിം that he had eaten nothing since the day before. ആ മണിശബ്ദം അവനെ ഓർമ്മിപ്പിച്ചു, ഇന്നലെ തൊട്ട് ഈ സമയം വരെ താനൊന്നും ഭക്ഷിച്ചിട്ടില്ല എന്നുള്ളത്. He would have to go sneaking about the streets. എത്രയും പെട്ടെന്ന് തെരുവുകളിലൂടെ പതുങ്ങി പതുങ്ങി ഇനി അവന് നടക്കേണ്ടതുണ്ട്. ഗോ സ്നീക്കിംഗ് എന്ന് പറഞ്ഞാൽ പമ്മി നടക്കുക, സീക്രട്ടായിട്ട് നടക്കുന്ന ഒരവസ്ഥ, ആരും കാണാതെ മോഷ്ടിക്കാൻ എന്ന പോലെ നടക്കുക. റൗണ്ട് കഫേ ടെറസസ്, അവിടെ പോയിട്ട് ഓരോ റെസ്റ്റോറൻറ്റിൻ്റെയും ടെറസുകൾ, അതിൻ്റെ മുന്നിലൊക്കെ പോയിട്ട് അവിടുത്തെ മേശപ്പുറത്തൊക്കെ വല്ലതും ബാക്കിയുണ്ടോ എന്ന് പമ്മി പമ്മി തിരഞ്ഞു നടക്കേണ്ടതുണ്ട്. ഫിൽച്ചിങ് സം ഹാഫ് ഈറ്റൺ റോൾ ലെഫ്റ്റ് ഓൺ എ പ്ലേറ്റ്. ഏതെങ്കിലുമൊക്കെ പ്ലേറ്റിൽ ഹാഫ് ഈറ്റൺ ആയിട്ട് പകുതി ഭക്ഷിച്ച ആളുകൾ ഉപേക്ഷിച്ച എച്ചിലുകൾ ഉണ്ടെങ്കിൽ അത് ഫിൽച്ചിങ്, അത് മോഷ്ടിച്ചെടുക്കുക. ഫിൽച്ച് മീൻസ് സ്റ്റീൽ സംതിങ് ചീപ്പ്. വളരെ വില കുറഞ്ഞ വസ്തുക്കളൊക്കെ കട്ടെടുക്കുന്ന പോലെ വല്ലതും ബാക്കിയുണ്ടെങ്കിൽ അത് പെറുക്കിയെടുക്കാൻ പോകണമല്ലോ എന്നവൻ്റെ മനസ്സിൽ ഇപ്പോൾ ചിന്ത ഉണർന്നു. ഓർ എൽസ്, അതിന് സാധിച്ചില്ലെങ്കിൽ പിന്നെ എന്ത് സംഭവിക്കും? റേക്ക് അബൌട്ട് ഇൻ ദ ഗാർബേജ് ഫോർ വാട്ട് എ ഡോഗ് വുഡ് നോട്ട് ഹാവ് ഈറ്റൻ. നായ്ക്കൾ തിന്നാതെ ബാക്കി വല്ലതും വെച്ചിട്ടുണ്ടെങ്കിൽ വേസ്റ്റ് കൂനകളിൽ ഭക്ഷണങ്ങൾ വേസ്റ്റാക്കിയിട്ട് തള്ളിക്കളയുന്ന ആ ഗാർബേജ് വേസ്റ്റിൽ പോയിട്ട് ചികയണം. റേക്ക്,
റേക്ക് എന്ന് പറഞ്ഞാൽ സെർച്ച്, അവിടെ പോയിട്ട് വല്ലതും ബാക്കിയുണ്ടോ എന്നുള്ളത് തിരഞ്ഞു നോക്കാൻ പോകേണ്ടിയിരിക്കുന്നു എന്നവൻ്റെ മനസ്സ് പറഞ്ഞു. സഡൻലി ലൈഫ് സീം ടു ഹിം സോ ഫുൾ ഓഫ് ഹൊറേഴ്സ്. ജീവിതം ഭീകരമാണെന്നുള്ള ചിന്ത അവൻ്റെ മനസ്സിലേക്ക് വളരെ പെട്ടെന്ന് കടന്നു വന്നു. ദാറ്റ് ഹി കവേർഡ് ഹിസ് ഫേസ് വിത്ത് ഹിസ് ഹാൻഡ്സ്. തൻ്റെ കരങ്ങൾ കൊണ്ട്, കൈകൾ കൊണ്ട് മുഖം മറച്ചു പിടിച്ചുകൊണ്ട് ബിഗാൻ ടു സോബ് ഡെസ്പറേറ്റ്ലി. വളരെ ദയനീയമായിട്ട് അവൻ തേങ്ങിക്കരയാൻ തുടങ്ങി. സോബ്, തേങ്ങിക്കരയുക. ഡെസ്പറേറ്റ്ലി, ഹെൽപ്ലെസ്ലി, നിസ്സഹായ അവസ്ഥയിൽ, ദയനീയമായി. When he raised his head, a man stood before him, gazing down upon him. മിഖാലി തല ഉയർത്തി നോക്കിയപ്പോൾ ഒരാളിതാ തൻ്റെ മുമ്പിൽ താഴേക്ക് നോക്കി, തന്നെയും നോക്കി ഇങ്ങനെ നിൽക്കുന്നത് അവൻ കണ്ടു. ഗെയ്സിംഗ് ഡൗൺ മീൻസ് ലുക്കിംഗ് ഡൗൺ, താഴേക്ക് നോക്കിക്കൊണ്ട്. മിഖാലി റിക്കഗ്നൈസ്ഡ് ദ ചൈനമാൻ ഹു ഓഫൻ കെയിം ടു ദ ക്യാമ്പ്. പെട്ടെന്ന് മിഖാലിക്ക് ആ ആളെ മനസ്സിലാക്കാൻ സാധിച്ചു. തങ്ങളുടെ ക്യാമ്പിൽ മിക്കപ്പോഴും വരുന്ന ഒരു ചൈനക്കാരൻ ആയിരുന്നു അത്. എന്തിനാണ് അദ്ദേഹം അവിടെ വരുന്നത്? ടു സെൽ പേപ്പർ നിക്നാക്സ്. പേപ്പർ കൊണ്ട് നിർമ്മിച്ച കരകൗശല വസ്തുക്കൾ, മനോഹരമായിട്ടുള്ള ചെറിയ വില കുറഞ്ഞ ആഭരണങ്ങൾ, അലങ്കാര വസ്തുക്കൾ, ഇതൊക്കെ വിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം അവിടെ വരുന്നത്. നിക്നാക്സ് എന്ന് പറഞ്ഞാൽ ചീപ്പ് ഡെക്കറേറ്റീവ് ഒബ്ജക്ട്സ് ഓർ ഓർണമെന്റ്സ്, വില കുറഞ്ഞ അലങ്കാര വസ്തുക്കൾ, ആഭരണങ്ങൾ എന്നൊക്കെ. അതോടൊപ്പം തന്നെ ആൻഡ് ചാംസ്, മറ്റ് മനോഹരമായ വസ്തുക്കൾ, അട്രാക്റ്റീവായിട്ടുള്ള വസ്തുക്കൾ. വിച്ച് നോ വൺ എവർ ബോട്ട് ഫ്രം ഹിം എനിവേ. പക്ഷേ ആരും തന്നെ അദ്ദേഹത്തിൻ്റെ പക്കൽ നിന്ന് അവയൊന്നും വാങ്ങാറും ഉണ്ടായിരുന്നില്ല. ഓഫൻ ദേ മോക്ക്ഡ് ഹിം ബിക്കോസ് ഓഫ് ഹിസ് കളർ ആൻഡ് ഹിസ് സ്ക്വിൻറ്റ് ഐസ്. മിക്ക സമയത്തും ആളുകൾ അദ്ദേഹത്തെ പരിഹസിക്കാറായിരുന്നു പതിവ്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള ആ തൊലി നിറം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സ്ക്വിൻറ്റ് ഐസ്, കോങ്കണ്ണുകൾ, ഈ കാരണത്താൽ അദ്ദേഹത്തെ പരിഹസിക്കുമായിരുന്നു. മിഖാലി സോ ദാറ്റ് ഹി വാസ് ലുക്കിംഗ് ജെന്റ്ലി ഡൗൺ അറ്റ് ഹിം. മിഖാലി വീണ്ടും ശ്രദ്ധിച്ചു, ആ ചൈനക്കാരൻ തന്നെ താഴേക്ക് നോക്കി നിൽക്കുകയാണ്. ആൻഡ് മൂവിങ് ഹിസ് ലിപ്സ് ആസ് ദോ ടു സ്പീക്ക്. എന്തോ സംസാരിക്കുന്നതിന് വേണ്ടി എന്ന പോലെ അദ്ദേഹം തൻ്റെ ചുണ്ടുകൾ ചലിപ്പിക്കുന്നതും അവൻ ശ്രദ്ധിച്ചു. ഫൈനലി ദ ചൈനമൻ സെഡ്. അവസാനം ആ ചൈനക്കാരൻ പറഞ്ഞു, യു മസ്ൻ്റ് ക്രൈ ബോയ്. നീ കരയേണ്ട കുട്ടി, നീ കരയരുത് എന്ന് അയാൾ മിഖാലിയെ ആശ്വസിപ്പിക്കുന്ന രൂപത്തിൽ പറഞ്ഞു. ദെൻ ടിമിഡ്ലി, ശേഷം വീണ്ടും അല്പം നാണത്തോടുകൂടി, മടിയോടുകൂടി അദ്ദേഹം തുടർന്ന് പറഞ്ഞു, കം വിത്ത് മീ, വരൂ, എൻ്റെ കൂടെ വരൂ എന്നും പറഞ്ഞു. മിഖാലിസ് ഓൺലി ആൻസർ വാസ് ടു ഷേക്ക് ഹിസ് ഹെഡ് നെഗറ്റീവ്ലി. മിഖാലിയുടെ മറുപടി നിഷേധാർത്ഥത്തിൽ തലയാട്ടിക്കൊണ്ടായിരുന്നു. ആ ചൈനക്കാരൻ്റെ ക്ഷണത്തിന് വരുന്നില്ല എന്ന അർത്ഥത്തിൽ നിഷേധിച്ചുകൊണ്ട് മിഖാലി തലയാട്ടി പ്രതികരിച്ചു. ഹി ലോങ്ഡ് ടു ഫ്ലീ. അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാനാണ് അവൻ ആഗ്രഹിച്ചത്. ലോങ്ഡ് മീൻസ് വിഷ്ഡ്, ഫ്ലീ, ഓടി രക്ഷപ്പെടുക. He had heard so many horrors about the cruelty of the Orientals. ഓറിയന്റൽ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളെക്കുറിച്ച്, ഓറിയന്റൽ എന്ന് പറഞ്ഞാൽ ഈസ്റ്റ് ഏഷ്യൻ വംശജരായ ജനങ്ങൾ, അവരുടെ ക്രൂരകൃത്യങ്ങളെക്കുറിച്ച് ഒരുപാട് ഭീകര കഥകൾ മിഖാലി കേട്ടിട്ടുണ്ടായിരുന്നു. The man remained there and did not budge. പക്ഷേ ആ മനുഷ്യൻ അവിടെ തന്നെ നിന്നു. ഇവന് കൂട്ടിക്കൊണ്ടുപോകാൻ എന്ന അർത്ഥത്തിൽ അയാൾ പോകാതെ അവിടെ തന്നെ നിന്നു. ആൻഡ് ഡിഡ് നോട്ട് ബഡ്ജ്, അദ്ദേഹം അനങ്ങിയില്ല, അദ്ദേഹം പോയില്ല. ബഡ്ജ് മീൻസ് മൂവ്. സോ ബീയിങ് ഇൻ ഗ്രേറ്റ് ഡിസ്ട്രസ്, മിഖാലി ഫോളോഡ് ഹിം. അങ്ങനെ വല്ലാത്ത ഒരു മാനസിക സമ്മർദ്ദത്തിൽ പെട്ട് മിഖാലി അദ്ദേഹത്തെ പിന്തുടർന്നു. വാട്ട് മോർ ഓഫുൾ തിങ് കുഡ് ഹാപ്പൻ ടു ഹിം. ഇനി എന്ത് ഭീകര കാര്യങ്ങൾ സംഭവിക്കാനാണ്? ഇതിൽ വലിയ കഷ്ടപ്പാടുകളും ഭീകരമായ അവസ്ഥകളും ഇനിയും മറ്റെന്ത് സംഭവിക്കാനാണ് മിഖാലിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മനസ്സിൽ ചോദ്യമുയർന്നു. ആസ് ദേ വാക്ക്ഡ് അലോങ് ഹി സ്റ്റംബിൾഡ് വീക്ക്ലി ആൻഡ് ഓൾമോസ്റ്റ് ഫെൽ വിത്ത് എ ചൈൽഡ്. അങ്ങനെ അവർ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവൻ എവിടെയോ തട്ടി വീഴാൻ പോയി. വളരെ ദുർബലമായിട്ട്, വളരെ ദയനീയമായിട്ട് അവൻ വീഴാൻ പോയി. ഓൾമോസ്റ്റ് ഫെൽ വിത്ത് എ ചൈൽഡ്. ആ കുട്ടിയെ കൊണ്ട് ഏകദേശം അവൻ തറയിലേക്ക് വീണു എന്ന അവസ്ഥയിലായി. സ്റ്റംബിൾഡ് എന്ന് പറഞ്ഞാൽ ബാലൻസ് തെറ്റി വീഴുക. ദ ചൈനമൻ കെയിം ടു ഹിം. പെട്ടെന്ന് തന്നെ ആ ചൈനക്കാരൻ അവൻ്റെ അടുത്തേക്ക് വന്ന്, ആൻഡ് ടേക്കിംഗ് ദ ബേബി ഇൻ ഹിസ് ഹാൻഡ്സ്,
അദ്ദേഹത്തിൻ്റെ കൈകളിൽ കുട്ടിയെ വാരിയെടുത്ത് ടെൻഡർലി പ്രസ്ഡ് ഇറ്റ് ടു ഹിം, വളരെ ടെൻഡർലി, വളരെ സ്നേഹപൂർവം, സോഫ്റ്റായിട്ട് തൻ്റെ മാറിലേക്ക് ആ കുട്ടിയെ ചേർത്ത് പിടിച്ചു. ദേ ക്രോസ്ഡ് സെവറൽ എംപ്റ്റി ലോട്ട്സ്, ധാരാളം ഒഴിഞ്ഞ പ്രദേശങ്ങൾ അവർ ക്രോസ് ചെയ്ത് മുറിച്ചു കടന്ന് നടത്തം തുടർന്നു. ലോട്ട്സ്, പ്രദേശങ്ങൾ, ഒഴിഞ്ഞ പ്രദേശങ്ങൾ. ആൻഡ് ദെൻ ദ മാൻ ടുക്ക് എ ലിറ്റിൽ ലെയിൻ, അതിനുശേഷം ഒരു ഇടുങ്ങിയ വഴിയിലേക്ക് അദ്ദേഹം നടത്തം തുടർന്നു. ലെയിൻ, നാരോ പാസേജ്, ഇടുങ്ങിയ വഴി. That led them to a sort of wooden cabin surrounded by a very small garden. ആ വഴി അവരെ നയിച്ചത് ഒരു തരം വുഡൻ ക്യാബിൻ, മരം കൊണ്ടുള്ള ഒരു പെട്ടി പോലുള്ള ഒരു വീട്ടിലേക്കാണ്. അതിനു ചുറ്റും ചെറിയ ഒരു ഗാർഡനും ഉണ്ടായിരുന്നു. ഹി സ്റ്റോപ്ഡ് ബിഫോർ ദ ഡോർ, വാതിലിന്റെ മുമ്പിലെത്തി അദ്ദേഹം അവിടെ നിന്നു. ആൻഡ് ക്ലാപ്ഡ് ഹിസ് ഹാൻഡ്സ് ട്വൈസ്, 2 പ്രാവശ്യം അദ്ദേഹത്തിന്റെ കൈകൾ കൂട്ടിയടിച്ചു, ക്ലാപ്പ് ചെയ്തു. A few light steps inside, a tiny person came to open the door. ഏതാനും ചെറിയ പടികൾ അകത്തു നിന്ന് കയറിക്കൊണ്ട് ഒരു ചെറിയ മനുഷ്യൻ വാതിൽ തുറക്കാൻ വേണ്ടി അവിടെ പ്രത്യക്ഷപ്പെട്ടു. എ ടൈനി പേഴ്സൺ, എ വെരി ഷോർട്ട് പേഴ്സൺ, സ്മോൾ പേഴ്സൺ എന്നൊക്കെ അർത്ഥം. Seeing the men, her face reddened and then a happy smile lit it up. ഈ ആളുകളെയൊക്കെ കണ്ടപ്പോൾ അവളുടെ മുഖം ചുവന്ന് തുടുത്തു, reddened. വളരെ പെട്ടെന്ന് തന്നെ ആ മുഖത്ത് ഒരു പുഞ്ചിരി പ്രകാശിക്കുകയും ചെയ്തു. ലിറ്റ് ഇറ്റ് അപ്പ്, പ്രകാശിച്ചു എന്നർത്ഥം. ഷീ മെയ്ഡ് എ ബ്രീഫ് കേർട്സി ടു ദം, ഇവർക്ക് നേരെ അവൾ വളരെ മാന്യമായ ലളിതമായ ഒരു ഉപചാരം കാഴ്ചവെച്ചു. കേർട്സി, ഒരു ഉപചാരം. ആസ് മിക്കാലി റിമൈൻഡ് ദ ഹെസിറ്റേറ്റിംഗ്ലി റൂട്ടഡ് ടു ദ ത്രെഷോൾഡ്, ആ വാതിൽപ്പടിക്ക് മുമ്പിൽ എന്ത് ചെയ്യണമെന്നറിയാതെ മടിച്ച് മിക്കാലി നിശ്ചലനായിട്ട് നിന്നു. ഹെസിറ്റേറ്റിംഗ്ലി എന്ന് പറയാൻ നോട്ട് നോയിങ് വാട്ട് ടു ഡു, എന്ത് ചെയ്യണമെന്നറിയാതെ, മനമില്ല മനസ്സോടെ എന്നൊക്കെ അർത്ഥം. റൂട്ടഡ്, സ്റ്റുഡ് ഫേംലി, അവിടെ ഉറച്ചു നിന്നു. ത്രെഷോൾഡ്, ഉമ്മറപ്പടി, വാതിൽപ്പടി എന്നൊക്കെ അർത്ഥം. അങ്ങനെ നിൽക്കുമ്പോൾ ദ ചൈനമൻ സെഡ് ടു ഹിം, ആ ചൈനക്കാരൻ മിക്കാലിയോട് പറഞ്ഞു, കം ഇൻ then do not be afraid, this is my wife. അകത്തേക്ക് വന്നോളൂ, പേടിക്കേണ്ട, ഇതെൻ്റെ ഭാര്യയാണ് എന്ന് ആ ചൈനക്കാരൻ പറഞ്ഞു. മിക്കാലി went into the room, മിക്കാലി ആ റൂമിനകത്തേക്ക് കയറി വന്നു. rather large it seemed, ഏറെക്കുറെ വലിയൊരു റൂമായിട്ട് അത് കാണപ്പെട്ടു. അത്യാവശ്യം വലുപ്പമുള്ള ഒരു റൂമായിരുന്നു അത്. separated in the middle by a colored paper screen, ആ റൂമിൻ്റെ മധ്യത്തിൽ വർണ്ണനിറത്തിലുള്ള പേപ്പർ സ്ക്രീൻ കൊണ്ട് അത് സെപ്പറേറ്റ് ചെയ്തിരുന്നു, 2ആയിട്ട് പകുത്തിട്ടുണ്ടായിരുന്നു. ഇറ്റ് വാസ് ഓൾസോ ക്ലീൻ ആൻഡ് നീറ്റ് ദോ വെരി പോർ ലുക്കിംഗ്, കണ്ടാൽ നിലവാരം കുറഞ്ഞ തരത്തിലുള്ളതായിരുന്നെങ്കിലും വളരെ ക്ലീൻ ആൻഡ് നീറ്റ്, നല്ല വൃത്തിയും വെടിപ്പുമുള്ള മുറിയായിരുന്നു അത്. ഇൻ ദ കോർണർ ഹി നോട്ടീസ്ഡ് എ വിക്കർ ക്രാഡിൽ, മുറിയുടെ ഒരു മൂലയിൽ വള്ളികൾ കൊണ്ട് മുടഞ്ഞുണ്ടാക്കിയ, അതല്ലെങ്കിൽ ചൂരൽ കൊണ്ട് മെടഞ്ഞുണ്ടാക്കിയ തരത്തിലുള്ള ഒരു വിക്കർ ക്രാഡിൽ, മെടഞ്ഞുണ്ടാക്കിയ ഒരു തൊട്ടിൽ അവന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ദാറ്റ് ഇസ് മൈ ബേബി സെഡ് ദ യങ് വുമൻ, ആ അത് എൻ്റെ കുട്ടിയാണ്, ആ ചെറുപ്പക്കാരിയായ സ്ത്രീ പറഞ്ഞു. കോക്കിംഗ് ഹെർ ഹെഡ് ഗ്രേഷ്യസ്ലി ടു വൺ സൈഡ്, വളരെ മാന്യമായിട്ട് തൻ്റെ തല ഒരു ഭാഗത്തേക്ക് ചരിച്ചുകൊണ്ട്, ആൻഡ് സ്മൈലിംഗ് അറ്റ് ഹിം, മിക്കാലിയെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ആ സ്ത്രീ അത് പറഞ്ഞത്. ഹി ഈസ് വെരി ടൈനി ആൻഡ് വെരി ബ്യൂട്ടിഫുൾ, ഇവൻ വളരെ ചെറുതാണ്, വളരെ മനോഹരമായൊരു കൊച്ചുകുട്ടിയാണ്. കം ആൻഡ് സീ, വന്ന് കണ്ടോളൂ എന്നും അവൾ പറഞ്ഞു. മിക്കാലി വെന്റ് അപ്പ് ക്ലോസർ ആൻഡ് സൈലന്റ്ലി അഡ്മയർഡ് ഇറ്റ്, മിക്കാലി ആ കൊച്ചുകുട്ടിയുടെ അടുത്തേക്ക് നീങ്ങി നിന്ന് വളരെ നിശബ്ദമായിട്ട് മനസ്സിൽ അതിനെ ആദരിച്ചുകൊണ്ട് നോക്കി നിന്നു. സൈലൻ്റായിട്ട് അഡ്മയർ ചെയ്തുകൊണ്ട് ആ കൊച്ചുകുട്ടിയെ നോക്കി. എ ചബി ബോയ്, എ ചബി ബേബി, നല്ല തടിച്ച് മനോഹരമായി തുടുത്ത ഒരു കൊച്ചുകുട്ടി. ബട്ട് ലേറ്റ്ലി ഔട്ട് ഓഫ് ദ ഡാർക്ക്നെസ് ഓഫ് ദ മെറ്റേണൽ ബോഡി, അമ്മയുടെ ശരീരത്തിൻ്റെ ഇരുട്ടറയിൽ നിന്ന് ഈ അടുത്ത കാലത്ത് പുറം ലോകത്തേക്ക് വന്ന, എന്ന് വെച്ചാൽ വളരെ അടുത്ത് ജന്മം കൊണ്ട എന്നർത്ഥം. ലേറ്റ്ലി എന്ന് പറഞ്ഞാൽ റീസെൻ്റ്ലി, വളരെ
അടുത്ത സമയത്ത്. അങ്ങനെയുള്ള നല്ല ചബി, തടിച്ച് തുടുത്ത മനോഹരമായ ഒരു കുട്ടിയായിരുന്നത്. അവൻ അങ്ങനെ സ്ലെപ്റ്റ് പീസ്ഫുള്ളി, വളരെ ശാന്തമായി ഉറങ്ങിക്കിടക്കുകയായിരുന്നു. കവേർഡ് വിത്ത് എ ഗോൾഡ് ബ്രൊക്കേഡ് ക്ലോത്ത്സ്, നല്ല സ്വർണ്ണ വർണ്ണത്തിലുള്ള നൂലുകൾ കൊണ്ട് അലങ്കരിച്ച തുന്നൽ വേലകളൊക്കെയുള്ള ഒരു അലങ്കാര തുണിയിൽ പൊതിഞ്ഞ് അങ്ങനെ കിടന്നുറങ്ങുകയാണ്. ബ്രൊക്കേഡ് എന്ന് പറഞ്ഞാൽ എ ഡെക്കറേറ്റഡ് ഫാബ്രിക്. ലൈക്ക് എ ലിറ്റിൽ കിങ്, ഒരു കൊച്ചു രാജാവിനെ പോലെയായിരുന്നു അവൻ്റെ. Then the husband called his wife over. പിന്നീട് ആ ഭർത്താവ് ഭാര്യയെ തൻ്റെ അരികിലേക്ക് വിളിച്ചു. He told her to sit on a straw mat. ഒരു വൈക്കോൽ പായയിൽ പടിഞ്ഞിരിക്കാൻ അദ്ദേഹം അവളോട് പറഞ്ഞു. Without a word, he sat down on her lap, the little famished one. വിശന്ന് കരയുന്ന ആ കുഞ്ഞിനെ അവളോട് ഒരക്ഷരം പറയാതെ അവളുടെ മടിയിലേക്ക് വെച്ചു കൊടുത്തു. ലാപ്പ്, മടിത്തട്ട്. ബോയിങ് ഡീപ്ലി ബിഫോർ ഹർ, അവളുടെ മുമ്പിൽ വളരെയധികം കുനിഞ്ഞിരുന്നു കൊണ്ടാണ് ആ കുട്ടിയെ അവളുടെ മടിയിലേക്ക് വെച്ചു കൊടുത്തത്. ബോയിങ് മീൻസ് കുനിഞ്ഞുകൊണ്ട്. ദ വുമൺ ലീൻഡ് ഓവർ വിത്ത് അസ്റ്റോണിഷ്മെന്റ്. വളരെ ആശ്ചര്യത്തോടു കൂടി ആ സ്ത്രീ ആ കുഞ്ഞിനെ നേരെ നോക്കി. astonishment, surprise, and drew back the covering in which the child was wrapped. ആ കുഞ്ഞിന് പൊതിഞ്ഞിരുന്ന കവറിംഗ്, ആ തുണിയുടെ കവറിംഗ് അവൾ വലിച്ചു മാറ്റി നോക്കി. It appeared to her in all its skeletonic horror. ഒരു അസ്ഥിപഞ്ജരം മനുഷ്യരിൽ ഉണ്ടാക്കുന്ന ഭയം, ഒരു അസ്ഥികൂടം കണ്ടാൽ നമ്മുടെ മനസ്സിൽ ജനിക്കുന്ന ഒരു ഭയം അവളുടെ മനസ്സിലും അന്നേരം അനുഭവപ്പെട്ടു. അവളും അല്പം ഭയപ്പെട്ടു പോയി. She gave a cry of immense pity. അവളൊന്ന് കരഞ്ഞുപോയി. പക്ഷേ അത് ദയനീയമായ ആ കുഞ്ഞിൻ്റെ അവസ്ഥ കണ്ട് അതിനോട് അനുകമ്പ തോന്നിയ ഒരു കരച്ചിലായിരുന്നു. Then pressed the baby to her heart. എന്നിട്ട് ആ കൊച്ചുകുട്ടിയെ അവളുടെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചു. ബേബി, giving it the breast. അതിൻ്റെ വായിലേക്ക് അവളുടെ സ്ഥാനം വെച്ചു കൊടുത്തുകൊണ്ട്. Then with a great gesture of modesty, she brought forward a flap of her robe. ശേഷം വളരെ ലാളിത്യമാർന്ന ഒരു മുഖഭാവത്തോടു കൂടി, വളരെ മാന്യമായ ഒരു മുഖഭാവത്തോടു കൂടി തൻ്റെ വസ്ത്രത്തിൻ്റെ ഒരു ഭാഗം ഒരു മറയാക്കി അവൾ തൻ്റെ പാൽ നിറഞ്ഞ ആ സ്തനങ്ങൾ മറച്ചു പിടിക്കാൻ വലിച്ചിട്ടു. ഫ്ലാപ്പ് എന്ന് പറഞ്ഞാൽ ഒരു കവറിംഗ് പോലെ, വസ്ത്രത്തിൻ്റെ ഒരു ഭാഗം ഒരു മറയാക്കി അവൾ വലിച്ചിട്ടു. ഹെർ റോബ് മീൻസ് എ ലോങ് ഔട്ടർ ഗാർമെൻറ്റ്, ഒരു നീണ്ട വസ്ത്രം, സ്ത്രീകളൊക്കെ ധരിക്കുന്ന നീളമുള്ള ഒരു വസ്ത്രം, അതിൻ്റെ ഒരു ഭാഗം വലിച്ച് അവൾ മറ പിടിച്ചു. ഓവർ ദ മിൽക്ക് സോളൻ ബ്രസ്റ്റ്, പാല് നിറഞ്ഞ അവളുടെ സ്ഥാനങ്ങൾ മറച്ചു പിടിച്ചു. ആൻഡ് ദ പുവർ ഗ്ലട്ടണസ് ഇൻഫൻറ്റ്, ആ പാവം വിശന്ന് ദാഹിച്ചു വലഞ്ഞ ആർത്തി പൂണ്ട, ഗ്ലട്ടൻസ് എന്ന് പറഞ്ഞാൽ ഗ്രീഡി എന്നർത്ഥം, വളരെയധികം ആർത്തി പൂണ്ട ഇൻഫൻറ്റ്, കൊച്ചുകുട്ടി, സക്ലിംഗ് ദ, അവിടെ നിന്ന് പാല് വലിച്ചു കുടിച്ചുകൊണ്ട് ആ കുട്ടി ആ സ്ത്രീയുടെ മടിയിൽ അങ്ങനെ കിടന്നു. സക്കിൾ മീൻസ് ഫീഡ് ഫ്രം ദ ബ്രസ്റ്റ്, മുലപ്പാൽ വലിച്ച് കുടിച്ചുകൊണ്ട്. ഇത്രയുമാണ് മെറ്റേണിറ്റി അഥവാ മാതൃത്വം എന്ന ഈ കഥയുടെ വിശദാംശങ്ങൾ. കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലായിരിക്കുമെന്ന വിശ്വാസത്തിൽ നിർത്തുന്നു. ഇംഗ്ലീഷ് എഡ്യൂസ്പോർട്ട് എഡ്യൂവീഡിയോ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.